ഇടുക്കി മൂന്നാറിൽ നിരാഹാര സമരം നടത്തുന്ന ഡീൻ കുര്യാക്കോസ് എംപിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതോടെയാണ് പോലീസ് എത്തി എംപിയെ മാറ്റിയത്. പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ കാട്ടാനകളെ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിജോ, അറസ്റ്റ് ചെയ്ത് നീക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അമൃത, ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് പോലീസ് എത്തി എംപിയെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കി ജില്ലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിൽ നിരാഹാര സമരം നടത്തി വരികയായിരുന്നു എംപി. പ്രധാനമായിട്ടുള്ള ആവശ്യം പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്ന് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ മേഖലയിൽ പ്രത്യേകിച്ച് മൂന്നാറിൽ പ്രത്യേക RRT സംഘത്തെ നിയോഗിക്കണമെന്നൊരാവശ്യവും എംപി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനോട് അനുഭാവപൂർണമായ ഒരു സമീപനമാണ് വനംവകുപ്പ് സ്വീകരിച്ചത്. വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. എംപിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് ഉറപ്പ് നൽകിയ വനംവകുപ്പ് മന്ത്രി മൂന്നാറിൽ പ്രത്യേക RRT സംഘത്തെ നിയോഗിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമെന്ന ഒരു ഉറപ്പാണ് വനംവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് മുമ്പാണ് ഡീൻ കുര്യാക്കോസ് എംപിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മൂന്നാറിൽ നിരാഹാര സമരം നടത്തുന്ന ഡീൻ കുര്യാക്കോസ് എംപിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്.